വീരമാർത്താണ്ഡവർമ്മയ്ക്ക് അഭയം നൽകിയ കാളിമല. ഒരു സർപ്പത്തിൻ്റെ തല ഇത്. ഓക്കെ, ബോഡി ഇങ്ങനെ ചുറ്റി വളഞ്ഞ് എൻ്റെ ബാക്കിൽ പോയിട്ടുണ്ട്. കാണുന്നുണ്ടോ? 10 വയസ്സായപ്പോൾ 10 വയസ്സായപ്പോൾ 8 അല്ല 10 വയസ്സായപ്പോൾ 10 രൂപ കൊണ്ട് അങ്ങ് ദൂരെ അതുവരെ അതുമായിട്ട് അവരെ മരിച്ചു. മനസ്സിലായി? ചരിത്രത്തിൻ്റെ ഇരുൾ മൂടിയ വഴികളിൽ പടയോട്ടങ്ങളുടെ കാൽപ്പാടുകൾ. മഞ്ഞു പെയ്യുന്ന ആ രാത്രിയിൽ അരണ്ട വെളിച്ചത്തിൽ അവർ മലയിറങ്ങി. പിന്നെ നടന്നത് പരസ്പര വിരുദ്ധമായി എന്തൊക്കെയോ പറഞ്ഞു. ഒന്നു മാത്രം മനസ്സിലായി: വിശപ്പ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ദൂരെ വലിയൊരു പർവ്വതനിരയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന വഴി, അത് അമ്പൂരിയിൽ നിന്ന് കൂട്ടപ്പൂവിൽ നിന്ന് പിന്നെ ഈ കാളിമല കയറ്റം. ഇന്ന് ആന ബൈക്കിലാണ് കേട്ടോ. സമയം 2 മണി കഴിഞ്ഞു. ആന ബൈക്ക് എന്നാൽ ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ്. വളരെ ക്രൂരനായ ഒരു രാജാവെന്ന് ഡച്ചുകാർ വിശേഷിപ്പിച്ച ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഒരു കഥ പറഞ്ഞു തരട്ടെ. ചരിത്രമല്ല, വെറുമൊരു കഥ, ഒരു നഴ്സറി കഥ പോലെ, വളരെ സിമ്പിളായിട്ട്. നമ്മുടെ തിരുവാങ്കോട് അല്ലെങ്കിൽ തൃപ്പരപ്പൂർ, പിന്നെ കാലം 1 നൂറ്റാണ്ട് പിന്നിലേക്ക് പോകണം. ഒന്നു മതിയോ? 1729കളിലേക്ക് രാമവർമ്മ മഹാരാജാവ് നാട് നീങ്ങി കേട്ടോ. രാമവർമ്മ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അമ്മാവനാണ്. അതായത് അന്ന് മരുമക്കത്തായമാണ്. രാമവർമ്മ മഹാരാജാവ് നാടു നീങ്ങിയാൽ പിന്നെ മരുമകനായ ഒരാളാണ് അടുത്ത് തൃപ്പരപ്പൂരിൻ്റെ രാജാവാകേണ്ടത്. തിരുവാങ്കോടിൻ്റെ, ഇന്നത്തെ തിരുവിതാംകൂർ, വേണാട്. അങ്ങനെ രാജാവിൻ്റെ അഭാവത്തിൽ പുതിയ അവകാശിയായി വരുന്നത് ആരെന്നറിയാവോ? നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ദീർഘാപാങ്കനായ ഒരു യുവാവ്, വിടർന്ന കണ്ണുകൾ, വളരെ മൂർച്ചയുള്ള നോട്ടം, ശത്രു കിടുകിട വിറയ്ക്കുന്ന ആഹാരപ്രകൃതി, നീണ്ട മൂക്ക്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, അനിതര സാധാരണമായിട്ടുള്ള ഇച്ഛാശക്തി. അതുകൊണ്ട് തന്നെയാണ് രാജാവിൻ്റെ വീടിനകത്തും പുറത്തും, അതായത് കൊട്ടാരത്തിൻ്റെ ഉള്ളിലും ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, മധുരനായിക്കന്മാർ മുതലായിട്ടുള്ള ശത്രുക്കളും, ഇവരുടെ ഇടയിൽ ഒരു ജൈത്രയാത്ര നടത്താൻ മഹാരാജാവിന് കഴിഞ്ഞുവെങ്കിൽ ജന്മനാലുള്ള അദ്ദേഹത്തിൻ്റെ വീര്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും, അല്ലേ? ഇനി നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ രാമവർമ്മ മഹാരാജാവിന് ശേഷം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുന്നത് രാമവർമ്മയുടെ മക്കളായിട്ടുള്ള രാമൻ തമ്പിക്കും പത്മനാഭൻ തമ്പിക്കും തീരെ പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ രാമൻ തമ്പിയും പത്മനാഭൻ തമ്പിയും കുറേ മധുരനായിക്കന്മാരുടെ, അതായത് അഴകപ്പ മുതലിയാർ എന്ന് പറയുന്ന ഒരു സേനാനായകൻ്റെ കീഴിൽ സംഘടിക്കുന്നു. പണ്ട് രാജാവ് എന്നൊക്കെ പറയുമ്പോൾ രാജാവിന് തുല്യമായിട്ടുള്ള പിള്ളമാരും മാടമ്പിമാരും ഒക്കെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ശല്യം, എവിടെയും ശല്യമാണ്, വീട്ടിനകത്തും പുറത്തും ഒക്കെ. അങ്ങനെ രാജാവിൻ്റെ അധികാരം ചിതറിക്കിടന്നിരുന്നൊരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ ഈ കഥ പറയുന്നത്. ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ നിന്നാണ് വലത്തോട്ട് പോയാൽ കൂനിച്ചിമല. നമ്മൾ നേരെ വരികയാണ് കാളിമലയിലേക്ക്. ഞാൻ എന്തിനാണ് മാർത്താണ്ഡവർമ്മയുടെ കഥ കാളിമലയുടെ ഈ ട്രാവലുമായി ബന്ധപ്പെട്ട് പറയുന്നതെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. അതായത് 8 വീട്ടിൽ പിള്ളമാർ
മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ വേണ്ടി തക്കം പാർത്ത് നടന്നിരുന്ന ഒരു സമയം. അന്ന് പല സ്ഥലത്തും മാർത്താണ്ഡവർമ്മ അഭയം പ്രാപിച്ച് ഒളിച്ചോടുകയുണ്ടായി. അങ്ങനെ ഒരിക്കൽ മാർത്താണ്ഡവർമ്മയ്ക്ക് അഭയം കൊടുത്തൊരു മലയാണ് കാളിമല. അവിടെ ഒരു കാളിക്ഷേത്രമുണ്ട്. അതിൻ്റെ അടുത്തൊരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കുള്ളിൽ മാർത്താണ്ഡവർമ്മ ഏകദേശം 21 ദിവസം ഒളിച്ചിരുന്നു. മാർത്താണ്ഡവർമ്മയെ സഹായിച്ചത് അവിടെ വനവാസികളായിട്ടുള്ള ഏതാനും ആൾക്കാർ ആണ്. ഇനി കഥ ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ ഏറ്റവും ക്രൂരനായ ഒരു രാജാവ് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടേണ്ടി വന്ന ആളാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ പിള്ളമാരെയും മാടമ്പിമാരെയും ഒക്കെ അടിച്ചമർത്തിയത് വളരെ ക്രൂരമായിട്ടായിരുന്നു. കൊല്ലേണ്ടവരെ കൊന്നു, അവരുടെ സ്ത്രീകളെ മുക്കുവന്മാർക്ക് കൊടുത്തു. അങ്ങനെ പല പല ക്രൂരതകളും ചെയ്തു. അത് ഒരു രാജ്യത്തിൻ്റെ സംഘടിതമായ ഒരു ഭരണ സംവിധാനത്തിന് വേണ്ടിയായിരുന്നു. അതിന് അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം തേടി, അവരുമായിട്ട് കരാർ ചെയ്തു. അതുപോലെ മാർത്താണ്ഡവർമ്മയെ നിഗ്രഹിക്കാൻ വന്ന അഴകപ്പ മുതലിയാർക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹം മടക്കി അയച്ചു. പിന്നെ നേരത്തെ പറഞ്ഞല്ലേ, രാമൻ തമ്പി, പത്മനാഭൻ തമ്പി, ഇവരൊക്കെ തക്കല കൊട്ടാരത്തിൽ പോയാണ് രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചത്. അവിടെ വെച്ച് തന്നെ രാജാവ് ഇവരെ വധിച്ചു. അതൊക്കെ ഒരു കഥ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അങ്ങനെ പടയോട്ടങ്ങളുടെ കാൽപ്പാടുകളെ കാണാൻ പറ്റുന്ന ഒരു മല തേടിയാണ് ഈ യാത്ര. ചരിത്രം പറഞ്ഞ് ബോറടിപ്പിച്ചില്ല എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഞാൻ കഥയിലേക്കല്ല, കാര്യത്തിലേക്കാണ്. ഇവിടെ ഈ മല കയറുമ്പോൾ വളരെ ശാന്തമായ ഒരു പ്രകൃതി, അതുപോലെ വിരളമായി അങ്ങിങ്ങായി മാത്രം കാണുന്ന ചില പാർപ്പിടങ്ങൾ. ഇതാണ് കാളിമലയുടെ ബേസ് പോയിൻ്റ്. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയ്ക്ക് തന്നെ ഒരു ഭംഗിയുണ്ട്. ഈ മരങ്ങൾക്കിടയിലാണ് ബൈക്ക് പാർക്ക് ചെയ്യേണ്ടത്. ഇത് മറ്റേ വണ്ടിയിൽ വയ്ക്കാം. ചായ അല്ലേ, വെള്ളം തരും, വെള്ളം. ആറുകല്ല് എത്ര ഉണ്ടെന്ന് അറിയാമോ? പണിക്കാർക്ക് കല ഇല്ലാതെ കൊടുത്തത് പട്ടയം കൊടുത്തു. അങ്ങനെ ആ ഒരു ഗുഹ അവിടെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ വീട് എവിടെയാണ്? അപ്പോൾ നമ്മുടെ ഇതിനകത്ത് പിന്നെ വീടുണ്ടോ? വീടുണ്ടോ? ഓ ശരി ശരി. ഇപ്പം കൃഷി കൂടുതലും ഗ്രാമ്പ്, കുരുമുളക്, ജാതി. ഓ, ഇവിടെ നിന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ ബസ് നോക്കി നിങ്ങൾ വന്നില്ലേ, ആ മെയിൻ റോഡ് അവിടെ പോകണം. കുട്ടപ്പൂ ഇല്ല, ഇവിടെ ഇവിടെ ഇതുവഴി ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. കാരണം ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ 4 വീൽ ഡ്രൈവ് പോലും സാധ്യമാണ് എന്ന് തോന്നുന്നില്ല. പിന്നീടുള്ള കാഴ്ചകളിൽ അത്രയ്ക്ക് ടഫായിട്ടുള്ള ഒരു വഴിയാണെന്ന് മനസ്സിലാകും. ഹെയർപിൻ വളവുകളാണ്. നമ്മുടെ ശബരിമലയിലെ കരിമല കയറ്റം പോലെ. മേ ബി ആ ട്രാക്ടർ ടൈപ്പ് ബാക്കിലെ വലിയ വീലുകളുള്ള വാഹനം ഒരുപക്ഷെ കടന്നുപോയെന്ന് വരാം. അമ്മ ഇവിടെ താമസിക്കുന്നേ? എന്താ റോഡൊക്കെ തൂക്കുന്നേ?
அந்த யாரும் இல்லையா പതുക്കെ പതുക്കെ അങ്ങനെ എന്ത് തൂത്തൊക്കെ തള്ളുമ്പോൾ മക്കളെ വഴി വൃത്തിയാക്കണ. ഓ വഴിയും അതുപോലെ നമ്മളെ വീട്ടിലെ എല്ലാം ഊരും എന്തായിരുന്നു തമിഴാ? ഓ മക്കളെ പഠിത്തം ഒന്നും ഇല്ല മക്കളെ. ഇവിടെ താമസിക്കുന്നു. ഓ ഓ തിരുവനന്തപുരം. திருவனந்தபுரம். உங்களுங்க? நம்ம நாகர்கோவில். எப்படி இருக்கீங்க? மேலே மேலே நல்லா இருக்கு, மேலே ரொம்ப நல்லா இருக்கு. உடம்பு ஆரோக்கியம். மிஸ்ட் ஒன்றும் இல்லை, எல்லாம் பனி சமயம்லாம் எல்லாம் மூடி தான் இருக்கு. எங்கே பார்த்தாலும் ஒயிட்டாக தான் இருக்கு, கிரீனிஷ் தெரியல. ஒரு சில இடங்களில் தெரியுது. வேற மலையெல்லாம் பார்க்க முடியுமா அங்கேருந்து? பார்க்கலாம் தெரியுது. ஆமாம், நாங்கள் 3 பேர். அவர் திருநெல்வேலி, அவர் தனியாக வந்திருக்கிறாரு. இந்த ஜர்க்கின் போட்டுக்காருல அவர். കേരളത്തിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ இருக்கு. சரி, சாஃப்ரான் மீடியா. கேளு அவங்க சொல்கிறது கேளு. நீங்கள் வேற எங்கேயாவது கன்னியாகுமரியெல்லாம் சுற்றி பார்த்து வந்திருக்கீங்க? இல்லை நாங்கள் எங்களுக்கு கன்னியாகுமரி டிஸ்ட்ரிக் தான். ஓகே. காலை ட்ரிப்பு 9:30க்கு 10 o'clock கிளம்பி வந்துட்டு முடிச்சுட்டு அப்படியே இறங்கி. ஓகே. நிறைய ஸ்டூடெண்ட்லாம் மேலே கிடக்காங்க. சரி இப்போ பார்ப்போம். வாழ்த்துக்கள். இல்லை என்ன பாரு, அடுத்த அவர் பாருங்க பனி இருக்குதுன்னு சொன்ன என்ன அது என்ன പറയുന്നത്, മൂടിൽ ഇരിക്കണമെന്ന്. അതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ദൂരോട്ടുള്ള കാഴ്ച വിസിബിലിറ്റി കുറവായി. മേലെ പനിയിരിക്കത് എന്ന് ആ അണ്ണൻ പറഞ്ഞപ്പോൾ ഇവിടെ രണ്ടുപേർ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി കേട്ടോ. പനി എന്താണ് എന്ന് വിഷ്ണു ചോദിക്കുന്നു. വിവേക് പറയുന്നു മൂടലെന്നാണ് അർത്ഥം, ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് അർത്ഥം എന്നൊക്കെ. പിന്നെ ഈ പാറ ധാരാളം വ്ളോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതെന്താ എല്ലാം പാറ വ്ളോഗുകളൊക്കെ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. മുമ്പ് ഞാൻ ദുബായിലായിരുന്നപ്പോൾ എല്ലാം മരുഭൂമി എന്ന് പറഞ്ഞവരല്ലേ. മരുഭൂമിയിലാവുമ്പോൾ മരുഭൂമിയല്ലേ കാണിക്കാൻ പറ്റൂ. ഇന്ന് നമ്മുടെ നാട്ടിലാവുമ്പോൾ ഈ പച്ചപ്പും പാറയും ഒക്കെ അല്ലേ. പിന്നെ ഇത്തരം സ്ഥലങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകർക്ക്, പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് കേട്ടോ. അവരിൽ ഏതാനും പേർക്കെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ പോകാനേ സാധ്യമല്ല. മേ ബി ഹെലികോപ്റ്ററിൽ പോവാം, കാണാം. അപ്പോൾ എനിക്ക് കഴിയുന്ന സമയത്ത് ഈ സ്ഥലത്തൊക്കെ എത്തുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാണ്. അതിന് കൈക്കും കാലിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം വേണം. ഇതിൻ്റെ മുകളിലൊന്നും ആരും കയറി വ്ളോഗ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിങ്ങ് മുകളിലേക്ക് കയറാൻ വേണ്ടി വന്നപ്പോൾ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. കാരണം ജാതിപത്രിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ. വിവേക് പറഞ്ഞു മുകളിലെന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് മാമാന്ന്. എൻ്റെ ചേച്ചിയുടെ മോനാണേ. അപ്പോൾ എനിക്ക് ശബ്ദം കേട്ട സ്ഥലത്ത് എന്താണ് ആ ശബ്ദം എന്ന് അറിയാൻ കൂടി ഒരു ഉത്കണ്ഠ കൊണ്ടാണ് ഈ മലയുടെ മുകളിലേക്ക് വന്നത്. ഇവർ രണ്ടുപേരും വന്നില്ല കേട്ടോ. ഇവർ പുറത്ത് തന്നെ നിന്നു, താഴെ തന്നെ നിന്നു. ഇവിടെ നിന്നാൽ കാണുന്ന കാഴ്ച എങ്ങനെയാണ്? ശബ്ദത്തിന് കാരണമായത് മേ ബി മ്ലാവോ അങ്ങനെ എന്തെങ്കിലും ആവാം. അല്ലാതെ വലിയ വന്യക്രൂരമൃഗങ്ങളുള്ള ഒരു സ്ഥലമൊന്നുമല്ല ഇതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ അടയ്ക്കയൊക്കെ വീണ് കിടപ്പുണ്ട്. ശരിക്കും ഇത് ഒരു കർഷകരുടെ ഗ്രാമം തന്നെയാണ്. കാളിമലയുടെ താണഭാഗം കണ്ടോ? ഈ പാറ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു മണ്ടനെ, പിന്നെ മണ്ടനൊന്നുമല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞത്, വിഷമിക്കണ്ട. പിന്നെ നോക്കൂ, അങ്ങനെ ഉയർത്തിയതിൻ്റെ പേരിൽ കുറച്ച് ആ പാറ ഒന്ന് നിവർന്നു എന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടെ ചാഞ്ഞിരുന്നതാണ്, അപ്പോൾ അത് കുറച്ച് ലെവലായിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെയും നടന്നു. ഇന്ന് ഇവർ കൂടി ഉള്ളതുകൊണ്ട് ഞാൻ മുമ്പേ നടന്നു പോകുന്നതിൻ്റെ വീഡിയോ ഫുട്ടേജൊക്കെ എടുക്കാൻ പറ്റി. എനിക്ക് അഭിനയിക്കാൻ പറ്റിയെന്ന് കേട്ടോ. അഭിനയിക്കാൻ അറിയാമോ എന്നൊന്നും ചോദിക്കരുത്. അഭിനയ കളരിയൊക്കെ നടത്തി കുറേ കാലം അങ്ങനെയും ജീവിതം ചെലവഴിച്ച ഒരാളാണ് ഞാൻ. മൈ ഗോഷ്, ഇനിയുണ്ട് കുറേ കൂടി മല കയറാൻ. പോവാ. അവിടെ ഒരു സീനുണ്ട് കേട്ടോ, കാട്ടുപോത്താൻ ബ്ലാവാണെന്നോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസം. ഇന്ന് രാജാവ് തിരുവാറാട്ടിന് ശംഖുമുഖത്തേക്ക് കാൽനടയായി പോകും.
തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്ന സ്ഥലത്ത് ഒരു വലിയ സൈന്യം തമ്പടിച്ചിരിക്കുകയാണ്. രാജാവിനെ ഇന്ന് വധിക്കണം. അതിന് 8 വീട്ടിൽ പിള്ളമാരുണ്ട്, തമ്പിമാരുണ്ട്, മാടമ്പിമാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വലിയ സൈന്യവുമുണ്ട്. ഇതാരോ പറഞ്ഞ് രാജാവ് അറിഞ്ഞു. ആറാട്ട് മാറ്റിവെക്കാനാവില്ല. പത്മനാഭദാസനാണ്, ഭഗവാന്റെ തിരുവാറാട്ടാണ്. അത് ശംഖുമുഖം കടവിലാണ്. ശംഖുമുഖത്ത് ആറാട്ട് അവസാനിക്കുമ്പോൾ രാജാവ് അവിടെ കടലിൽ നീരാടി തിരികെ വരും. ശംഖുമുഖത്തേക്ക് തുരങ്കവും ഉണ്ടെന്നറിയുന്നുണ്ട്. പക്ഷേ വെങ്ങാനൂരിൽ നിന്നുള്ള സൈന്യം ഏതാനും മിനിറ്റുകൾക്കകം, നിമിഷങ്ങൾക്കകം തന്നെ ഈ ആറാട്ട് കടന്നു പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് എന്ന് ദൂതന്മാർ വഴി മാർത്താണ്ഡവർമ്മ അറിയുന്നു. രാജാവ് പറഞ്ഞു, ഏറ്റവും മൂർച്ചയുള്ള നല്ലൊരു കഠാര എടുത്തു തരാൻ. രാജാവ് അത് അരയിൽ തിരുകി. പിന്നെ ഒരു ഉഗ്രൻ വാളും പരിചയും. അങ്ങനെ ധീരനായ ആ രാജാവ് ആറാട്ട് ഘോഷയാത്ര നടത്തി മുൻപേ നടന്നു. ദൂരെ നിന്ന് ശത്രുക്കൾ അത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാജാവിനോട് കൊമ്പ് കോർത്താൽ മരണം ഉറപ്പാണെന്നറിയാവുന്ന ആ ശത്രു സൈന്യം അന്ന് നിശബ്ദമായി പിൻവാങ്ങി. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ധീരനെക്കുറിച്ചാണ്, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്. നിങ്ങളത് കേൾക്കണം, കേട്ടേ പറ്റൂ. ഈ മലയുടെ മുകളിലെത്തും മുമ്പേ തന്നെ ചില മനോഹരമായ ദൃശ്യങ്ങളെ നമുക്കിങ്ങനെ കാണാനാകും. അങ്ങ് ദൂരെ കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന ചിറ്റാറിൻ്റെയും നെയ്യാറിൻ്റെയും വിഷ്ടിപ്രദേശങ്ങളാണിതൊക്കെ. കാണുന്നുണ്ടോ? വീരമാർത്താണ്ഡവർമ്മയുടെ കഥ പറയുന്നത് എന്തിനാണെന്നറിയോ? 21-ാം നൂറ്റാണ്ടിൽ ഈ മൊബൈൽ യുഗത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളെ മനസ്സിൽ കരുതേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, വളരുന്ന തലമുറകൾ, പുതിയ ജനറേഷൻ, അല്ലെങ്കിൽ മുൻപേ പോയവർ, ആരൊക്കെയായാലും, കൊച്ചുകുട്ടികൾ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ നിസ്സാരമായ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ വെറുപ്പിക്കലിൻ്റെ ലോകത്ത് ഒറ്റപ്പെടുന്ന ആൾക്കാർക്ക് ജീവിതം ദുസ്സഹമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ, ഈ തലമുറയുടെ മക്കൾ പഠിച്ചിരിക്കേണ്ട ധീരനായ ഒരു യുവാവിനെക്കുറിച്ച്, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്. അതായത് അകത്തും പുറത്തും ശത്രുക്കൾ, അവരോട് വാളെടുത്ത് യുദ്ധം ചെയ്ത് ധീരജേതാവായി മാറിയ മഹാതമ്പുരാനെക്കുറിച്ച്. അതാണ് ഞാൻ സംസാരിക്കുന്നത്. ചേച്ചി, ഇതെന്താണ് ഈ കാറ്റ് മൂളുന്നതാണോ ഈ മുഴക്കം? അതാണ് ഈ മൂളൽ കേൾക്കുന്നത്. എന്തുണ്ട് ചേച്ചി ഇവിടെ? ചേച്ചി വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരുപാട്. ആ ചേട്ടനാ വന്നതോ? കാണാൻ വന്നതാ? അമ്പലത്തിലുള്ള അമ്പലം ഇപ്പൊ തുറന്നിരിക്കാനാട്ടാ? ഇല്ലല്ല, അമ്പലം രാവിലെ തുറന്നേ. ആരും ഇല്ലാത്തോണ്ടെല്ലാം പറക്കി വെച്ചായിരുന്നു. വാങ്ങി നാരങ്ങൾ എന്തെങ്കിലും വേണോ? വേണ്ട, വേണ്ട. പോയി വ്യൂ എടുത്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ അത് മിസ്സായി പോയി. ആന്ന് ഇത്തിരി ഉണ്ടായിരുന്നല്ലോ മഞ്ഞൊക്കെ. ഒരുപാട് താമസിച്ചു പോയി. ഞാൻ കോട്ടയം. ആണോ? കടയെല്ലാം പറക്കി വെച്ചായിരുന്നു. കടയിൽ തന്നെ അല്ലേ എല്ലാം പറക്കി വെച്ചായിരുന്നു. അതെ. ആ, ഓ അത് ശരി. 2 ക്ഷേത്രമുണ്ട്. പിന്നെ ഇവിടെ മറ്റേ നമ്മുടെ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ടെന്ന് പറഞ്ഞതോ? അതങ്ങ് ഇച്ചിരി അങ്ങ് പോണം. അപ്പാണ്. അവിടെ ഒരു കാവുണ്ട്, കാവിന്റെ അപ്പുറത്താ. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കാശ് വാങ്ങും. കാരണം നിങ്ങൾ ചിലപ്പോൾ പോയാൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ എത്രയായാലും ഒരു 1 hour മേ ബി അത്രയൊക്കെ അവിടെ നിൽക്കുള്ളൂ. പോയിട്ട് വരട്ടെ. ചേച്ചി യൂട്യൂബിലുണ്ട്, ഫേമസ് ആണ് ചേച്ചി. ഇത് ഇവിടെ വളർത്തുന്നതാ? പോട്ടാടാ, നീ വരുന്ന കയറി. നീ വരുന്ന കൂടെ? അവരെ നോക്കുന്ന അവരൊന്നും പറയില്ല. നീ വരണമെങ്കിൽ വാ. വരുന്ന
പ്രകൃതി ഓരോ ജീവികളിൽ ഓരോ ഗുണം ഒളിപ്പിക്കുന്നുണ്ട്. ഉദാത്തമായ സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങളായ ജീവവർഗങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഏറ്റവും ഉള്ളത് നായകളിലാണെന്ന് പറയപ്പെടുന്നു. താഴെ നിന്നവനാണ് കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. അവൻ കൂടെ പോന്നു. ഞങ്ങൾ നടന്ന് മുകളിലെത്തി. കാളിക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് ആദ്യം വന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഏറ്റവും കൂടുതലുള്ളത് നായകളിലാണ് എന്ന്. അവനിവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റും കൊണ്ടുവന്നിരുന്നു. പിന്നെ ഈ കാളിമലയിലെ കാറ്റാടിമരത്തണലിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളോടൊപ്പം അവനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുൻപേ വഴികാട്ടിയായി. തിരിച്ചിറങ്ങും വരെ അവൻ തുടർന്നു യാത്ര, ഒരു നിയോഗം പോലെ. അടുത്ത വീഡിയോയിലും അവൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് കാളിമലയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം. ഇവിടെ ഒരു സിനിമാ ലൊക്കേഷൻ തന്നെയാണ്. ഇരുവശത്തും ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന കാറ്റാടിമരം. പിന്നെ ഈ മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വിമാനത്തിൻ്റെ ശരീരഘടനയോട് സാമ്യമുള്ളതാണ് ഈ മല. അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. കാഴ്ചകളുടെ ഒരു വിസ്മയ ലോകം തന്നെയാണ് കാളിമലയുടെ മുകൾ ഭാഗം. മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന മറ്റു മലകൾ, അതായത് കൊണ്ടകെട്ടിമല, കൂനിച്ചുമല മുതലായിട്ടുള്ളവ, ഇതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായ ഏറ്റവും റെയറായ ഒരു കാഴ്ച വസന്തം തന്നെയാണ്. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു. ഒപ്പം പേരിടാത്ത ഇവനും കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്നേഹം, ഒരു തലോടൽ, അതുമാത്രം പ്രതീക്ഷിച്ച് നമ്മളോടൊപ്പം നടന്നു വരുന്ന സഹജീവികളെ എവിടെയും ഞാനും പ്രതീക്ഷിക്കാറുണ്ട്. എന്നെ അവർ കാത്തിരിക്കുമെന്ന് എനിക്കെപ്പോഴും അറിയാം. വഴി അടയാളപ്പെടുത്തിയിട്ട് വാ. പിക്കിൾസ് അവിടെ മോനെ, പിക്കിൾസ് അവൻ്റെ കൊടുത്തു, വേണ്ടി കൊടുത്തു. വാ. വിമാനത്തിൻ്റെ ഷേപ്പ് പോലെ ഒരു എയറോഡൈനാമിക് ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്, പാറയുടെ സൗണ്ട്. നീ ബാക്ക് സൂക്ഷിക്കുന്നുണ്ടോ? ഭയങ്കരം. ആയിട്ടുള്ള ദിവസമായിരുന്നെങ്കിൽ ഒപ്പോ ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങ് ദൂരെ കാണുന്നതാണ് കുരിശുമല. കുരിശുമലയിൽ പോകുന്ന വഴികൾ പലതുണ്ട്. കുരിശുമല എന്നാൽ തെക്കൻ കുരിശുമല. കാളിമലയിൽ നിന്ന് കുരിശുമലയിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് അഭയം നൽകിയ ആ പഴയ കാളിക്ഷേത്രവും പിന്നെ ഗുഹയുമൊക്കെ ഈ വഴിയെ പോയാലാണ് കാണാൻ പറ്റുക. കുരിശുമല വീഡിയോ അടുത്ത ഒരു സെഗ്മെൻ്റായി അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ കാളിമലയിൽ നിന്ന് കുരിശുമല പോകുന്ന സ്ഥലം വരെ വന്നിട്ട് ഞങ്ങൾ പിന്നെ തിരികെ നടന്നു.
വന്നത് ശാസ്താക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ എത്തുമ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു, നേരമിരുട്ടി. പിന്നെ കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് ജപിക്കുകൂടി ചെയ്തപ്പോൾ സന്ധ്യ കഴിഞ്ഞു. ഇവിടെ ദർശനത്തിനുള്ള വഴിയെന്ന ബോർഡൊക്കെയുണ്ട്, അവിടേക്ക് നടന്നുപോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ മാത്രമേ പൂജ ഉണ്ടായിരുന്നുള്ളൂ. മിക്കവാറുമൊക്കെ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ നൽകുന്ന ഒരു അമ്പലമാണ്. ഇവിടെ അഗസ്ത്യരുടെ യാത്രയുണ്ട്. അവിടെ വന്ന് കുറച്ചു നേരം നിന്നു. പിന്നെ അഗസ്ത്യനെ മനസ്സുകൊണ്ട് ഉണർത്തി അഹം ബ്രഹ്മാസ്മി തത്വമസി മഹാവാക്യങ്ങളിലൂടെ മനസ്സ് കടന്നുപോയി. ഒരു സർപ്പത്തിൻ്റെ തല ഇത്. ഓക്കെ, ബോഡി ഇങ്ങനെ ചുറ്റി വളഞ്ഞ് ഇതിൻ്റെ ബാക്കിൽ പോയിട്ടുണ്ട്. കാണുന്നുണ്ടോ? സർപ്പം ശിലയായി മാറി എന്ന ഐതിഹ്യം പറയുന്ന ഒരു പ്രത്യേകത ഇവിടെ പാറപ്പുറത്തൊരടയാളമായി അവശേഷിക്കുന്നത് കാണാം. എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ അമ്പലങ്ങൾക്കും അതുമായി ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങൾക്ക് പിൻബലം നൽകുന്ന ഐതിഹ്യങ്ങളുമൊക്കെയുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശസ്തമായ ശാസ്താക്ഷേത്രം, കാളിമലയിലെ ശാസ്താക്ഷേത്രം. ശബരിമല സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ വ്രതഭക്തിയോടുകൂടി അയ്യപ്പ ഭക്തന്മാർ ഈ അമ്പലത്തിലും ദർശനം ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ദൂരെ കാണുന്ന മലകൾ, ആ മലകളുടെ പേരൊന്നും ഒന്നൊന്നായി പറയാൻ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഷൂസൊക്കെ ഊരി വെച്ച് ഈ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നത് ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്ന് കുറച്ചു നേരം പ്രാണായാമവും മെഡിറ്റേറ്റും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഡിറ്റേഷൻ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ചെയ്യാറുണ്ട്. ആ സ്ഥലം നൽകുന്ന ഒരനുഭൂതി, ആ സമയത്ത് കിട്ടുന്ന ഒരാശ്വാസം വളരെ വലുതാണ്. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, കാളിമലയുടെ ബോഡി ഷേപ്പ് ഒരു എയ്റോപ്ലെയിനിൻ്റെ ബോഡി പോലെയാണ്, ഔട്ടർ സ്ട്രക്ചർ പോലെയാണ്. അതിൻ്റെ ഏറ്റവും മുൻവശമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എയ്റോപ്ലെയിനിൻ്റെ ഏറ്റവും മുൻപിലുള്ള ആ ഒരു പോയിൻ്റ്. ഇവിടെ ഒരു ഗണപതി വിഗ്രഹമുണ്ട്. പിന്നെയും മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അഗാധമായ കൊക്കയാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും മുന്നിലുള്ള മൂക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് കാറ്റ് ഇരുവശങ്ങളിലൂടെയും വീശിപ്പോകുന്നതിൻ്റെ ഭയങ്കരമായ ഒരു ഒച്ച എപ്പോഴുമുണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം കുറേ അറ്റം വന്നപ്പോൾ തന്നെ പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. കാരണം നമുക്ക് അളക്കാൻ പറ്റാത്തത്ര ആഴമുള്ള വലിയ ഗർത്തമാണ് അവിടെ. ഇവിടെ കുറേ നേരം ഇരുന്നു, മെഡിറ്റേറ്റ് ചെയ്തു. ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങോട്ട് പോയെന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. വിഷ്ണുവും വിവേകും ആ പരിസരത്തൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവിടെ ഇരുന്ന് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു. അവരെവിടെ നിന്നോ വന്നു, എന്തൊക്കെയോ ഷൂട്ട് ചെയ്യാൻ പോയതാണ്. മലയിറങ്ങുമ്പോൾ ഒത്തിരി രാത്രിയായി. ശരിക്കും വിജനത. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ശരിക്കും ഭയന്നു പോയേനെ. കണ്ടോ എത്ര ശക്തമാണ് ഇരുട്ട്, അതും ഒരു കാട്ടിനുള്ളിൽ. പല പല ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു, പേടിപ്പെടുത്തുന്നവ. പെപ്പർ സ്പ്രേ കണ്ടോ? കേട്ടൂടാ പന്നി? അതെവിടെ? അരുമന. അരുമന. വീഡിയോ എടുക്കാൻ വന്നതാ ഞങ്ങള്. ഒരുപാട് ഇരുട്ടിപ്പോയി. കഞ്ഞി കുടിച്ചാ? കഞ്ഞിക്ക് കറി എന്തോന്ന്? ഉപ്പ് മതിയാ? അല്ല പിന്നെ മക്കളെ കൂട്ടാൻ വയ്ക്കാൻ ഒന്നും വാങ്ങിച്ചില്ലേ? അതെ, പൈസ ഒന്നും ഇല്ലാത്തോണ്ട്. ഇല്ല മക്കളെ, ആരെങ്കിലും ഒക്കെ തരും മക്കളെ. കൂട്ടാൻ നിൽക്കാൻ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് കഞ്ഞി വെച്ച് ഉപ്പും. ഇത് നിങ്ങൾ പറയുന്നതൊക്കെ എൻ്റെ ചാനലിൽ വീഡിയോ ആയിട്ട് വരും. അതാണ് സന്തോഷം, കണ്ടാലും പരിചയപ്പെട്ടാലും ഒക്കെ. ആ രാത്രി ഇറങ്ങി വരുമ്പോൾ ദൂരെ കണ്ട പ്രകാശത്തിൽ ആദ്യമേ പരിചയപ്പെട്ട ആ അമ്മയെയും ആ അച്ഛനെയും കണ്ട് സംസാരിച്ചിട്ട് തിരികെ വന്നു. താഴെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആദ്യം കണ്ട ആ കടയിലെ ആ വീട്ടിൽ വന്നുപോയ ആ ചേട്ടൻ്റെ മക്കളോ മറ്റോ ആണ്. അവരെയും കണ്ടു. അവരുടെ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ
നാണത്തോടെ ആ സഹോദരി വേണ്ട എന്ന് പറഞ്ഞു. എങ്കിലും ചാനലിൽ വരുമെന്നും ഞാനൊന്ന് നിങ്ങളെ ജസ്റ്റ് ദൂരെ നിന്ന് കാണിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ മൊബൈൽ ഫോണിൽ എന്തു പറ്റിയെന്നറിയില്ല, വീഡിയോ റെക്കോർഡായില്ല. ആ സഹോദരിക്കും 2 പിഞ്ചു കുട്ടികൾക്കും കൂടെ വന്ന ബ്രദറിനും ഒരു ഹായ്. സ്നേഹപൂർവ്വം സാഫ്രോൺ.